ദൈവത്തിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടട്ടെ. എല്ലാവർക്കും ക്രിസ്തുവേശുള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അവിടെ ഇടകളായി കർത്താവ് സൂക്ഷിക്കുന്ന എല്ലാ വിധങ്ങൾക്കുമായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ കൃപയും കരുണയും ഒക്കെ നമ്മൾ അനുഭവിച്ച് മുന്നേറുവാൻ സുഖം ഇടവരുത്തിയല്ലോ. അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് 1 തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ ആയിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത്. നിങ്ങളുടെ നിമിത്തം ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ എങ്ങനെ പെരുമാറിയിരിക്കുന്നു എന്ന് അറിയുന്നുവല്ലോ. അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗമാണ് നാം വായിച്ചു കേട്ടത്. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതുന്ന ലേഖനമാണ് നാം വായിച്ചു കേട്ടത്. ആ ഭാഗത്ത് പറയുകയാണ്, സഹോദരന്മാരെ, നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ അറിയുന്നല്ലോ. അപ്പം നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ ഒന്ന് അറിയേണ്ടത് ആവശ്യമാണ്. പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്, സഹോദരന്മാർ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കുവാൻ ശ്രമിപ്പിൻ. അപ്പം വിളിയും തിരഞ്ഞെടുപ്പും നമ്മളൊന്ന് അറിയേണ്ടത് ആവശ്യമാണ്. നമ്മുടെ വിളിയെക്കുറിച്ച്, നമ്മളെ തിരഞ്ഞെടുത്ത് എന്തിനാണെന്ന്, നമ്മുടെ തിരഞ്ഞെടുപ്പ് ഏത് പ്രകാരമായിരിക്കുന്നു, എങ്ങനായിരിക്കുന്നു എന്നൊക്കെ നമ്മളൊന്ന് അറിയുന്നത് നല്ലതാണ്. എന്നിട്ട് പൗലോസ് പറയാണ്, ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടു കൂടിയായിരുന്നു. ഞങ്ങളുടെ സുവിശേഷം, ഞങ്ങൾ അറിയിച്ചിരിക്കുന്ന സുവിശേഷം, ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന സുവിശേഷം, ആ സുവിശേഷം 2 തിമോഥെയോസ് ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ 2-ാം അധ്യായം 18-ാം വാക്യത്തിൽ വരുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു ഞങ്ങളുടെ സുവിശേഷം. അപ്പം പൗലോസ് പറയുന്ന ഞങ്ങളുടെ സുവിശേഷം എന്ന് പറഞ്ഞാൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തു എന്ന സുവിശേഷം. ആ സുവിശേഷം ഞങ്ങൾ പറഞ്ഞത് ബഹുനിശ്ചയത്തോടു കൂടെയായിരുന്നു. ഞങ്ങൾ കെട്ടുകഥകളെ കേട്ടുകൊണ്ടോ ഇല്ല നിർമ്മത കഥകളെ പറഞ്ഞുകൊണ്ടോ അല്ല, ഞങ്ങൾ ബഹുനിശ്ചയത്തോടു കൂടിയാണ് ഞങ്ങൾ പറയുവാനിടയത്. അതുമാത്രമല്ല, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടും കൂടെയായിരുന്നു. അപ്പോൾ തിരുവചനം, തെസ്സലോനിക്കർ പറയുന്ന തിരുവചനം ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടാണ്. 2-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു. ഞങ്ങൾ മനുഷ്യൻ്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന സുവിശേഷം നിങ്ങൾ കേട്ടിട്ട് അത് മനുഷ്യൻ്റെ വചനമായിട്ടല്ല, സാക്ഷാൽ ദൈവം പറയുന്ന പോലെ സാക്ഷാലാകുന്ന വചനമായി തന്നെ നിങ്ങൾ കൈക്കൊള്ളുവാനിടയായി തീർന്നു, നിങ്ങൾ കേൾക്കുവാനിടയായി തീർന്നു. ഞങ്ങൾ ദൈവത്തെ ഇടവിടാ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിക്കുന്നു. അപ്പം വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിക്കുന്നത് ഞങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടും വചനത്തിൻ്റെ നിശ്ചയത്തോടു കൂടി ആ സുവിശേഷം ഞാൻ നിങ്ങൾ അറിയിച്ചതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് പറയുകയാണ്, ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. എത്രയൊക്കെ കഷ്ടം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നാലും, ഏത് കഷ്ടം നിങ്ങളുടെ മുൻപിൽ വന്നാലും, നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടുകൂടെ ആ വചനം സ്വീകരിക്കുവാനിടയായി തീരുന്നു. പ്രിയ ദൈവത്തിലെ നമ്മൾ കേൾക്കപ്പെട്ട വചനത്തിനകത്ത് പറയുകയാണ്, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടും ബഹുനിശ്ചയത്തോടും കൂടെ ആയിരുന്നു. ഞങ്ങൾ നിങ്ങളോട് ആ സുവിശേഷം പറയുവാനിടയായി തീർന്നു. തെസ്സലോനിക്കർ പറയുകയാണ്, ഞങ്ങൾ നിങ്ങളോട് സുവിശേഷം പറയുന്നത് ബഹുതിട്ടത്തോടെ നിശ്ചയത്തോടും കൂടിയായിരുന്നു. കാരണം ആ സുവിശേഷം എന്ന് പറയുന്നത് ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു എന്ന സുവിശേഷം. അത് പറയുവാൻ ബഹുനിശ്ചയം ഞങ്ങൾക്കുണ്ടായിരുന്നു. എന്നെ ശ്രമിക്കുന്ന പ്രിയ ദൈവത്തിലെ നാം കേൾക്കപ്പെടുന്ന, നമ്മൾ പറയേണ്ട സുവിശേഷം, മറ്റൊരു സുവിശേഷമുണ്ട്. വെളിപ്പാട് പുസ്തകം ഒരു മറ്റൊരു സുവിശേഷമുണ്ട്. ആ സുവിശേഷമല്ല പറയുന്നത്, ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം പറയുവാൻ നാം ബഹുനിശ്ചയത്തോടും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടും കൂടെ സുവിശേഷം പറയുവാൻ ഒരുങ്ങിയാൽ തീർച്ചയായും അതിന്മേൽ ഒരു ദൈവശക്തി വ്യാപരിക്കുവാനിടയായി തീരും. ചില വ്യക്തികൾ രോഗബന്ധനങ്ങളിൽ നിന്നും, മറ്റു വ്യക്തികൾ പിശാചിൻ്റെ അടിമമുഖത്തിൽ നിന്നും അവർ രക്ഷിക്കപ്പെടുവാനിടയായി തീരും. അവർ വിടുതൽ പ്രാപിപ്പാനിടയായി തീരും. അതുകൊണ്ട് ഈ ദിനങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ ബഹുനിശ്ചയത്തോടുകൂടെ തിരുവചനം, സുവിശേഷം അനേകരിൽ എത്തിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. അതിനായി ഒരുങ്ങാം. ഈ തിരുവചനങ്ങളാൽ കർത്താവ് നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുക. ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വേദനയുള്ളവർ നിങ്ങളുടെ ഭാഗത്ത് കരം വെക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി
പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, സ്തുതി നല്ല പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. കേൾക്കപ്പെട്ട വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരണമേ. അതിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ സുഖമിടവർ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹോസ്പിറ്റലിലായിരിക്കുന്നവർ, ഭവനങ്ങളിലായിരിക്കുന്നവർ, കർത്താവെ മറ്റും പല മേഖലകളിൽ കർത്താവെ പലവിധ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരോർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങൾ കരം തൊട്ട് സൗഖ്യമാക്കണമേ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. ഞാൻ നിന്നെ വചനമായി സൗഖ്യമാക്കും. എൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നൊരു തിരുവചന പ്രകാരം പ്രിയ കുഞ്ഞുങ്ങൾക്ക് മേൽ സൗഖ്യം കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വലിയ വിടുതലുകൾ സംഭവിക്കുന്നതിനായ സ്തോത്രം. പിതാവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നല്ലൊരു സുദിനം എല്ലാവർക്കും ആശംസിക്കുന്നു. ആമേൻ.